ചാവക്കാട് ബീച്ചിൽ വന്നു കഴിഞ്ഞാൽ അതൊക്കെ കഴിഞ്ഞ് ഐസ്ക്രീമൊക്കെ കഴിച്ച് ബേനിപൂരി, സേവ്പൂരി, മസാലപ്പൂരി, പാനിപ്പൂരി, ബെൽപ്പൂരി, ദാഹിപ്പൂരി, അങ്ങനെ സമോസ ചാട്ട് കുറേ സാധനങ്ങൾ ഇവിടെ. കൊറിയൻ ഐസ്ക്രീം ട്രൈ ചെയ്യുന്നവർക്ക് ഇവിടെ വരാം. ആ ചേച്ചി നിൽക്കണ കാരണം കാണാത്ത കൊറിയൻ ഐസ്ക്രീം എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. പിന്നെ പാൽ സർബത്ത് ഉണ്ട്, മൊജിറ്റോസ് ഉണ്ട്, കബീർ ഖാൻ്റെ ചായക്കടയുണ്ട്, വീണ്ടും ചായക്കടകൾ, കടിക്കടകൾ. ഇവിടെ വേറെ പാനിപ്പൂരിയുടെ കടയുണ്ട്. വെറൈറ്റി എന്തൊക്കെയോ പാനിപ്പൂരി ഉണ്ട്, പപ്പട പാനിപ്പൂരി, അതൊക്കെ ഉണ്ട് ഇവിടെ. ചായയും കടിയും പിന്നെ കോമൺ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ട്. ശ്രീമുരുകൻ ഫ്രഷ് കരിമ്പിൻ ജ്യൂസ് കഴിഞ്ഞു എന്ന് തോന്നുന്നുണ്ട് കേട്ടോ. അവിടെ കരിമ്പ് കഴിഞ്ഞായിരുന്നു നിർത്തിയാന്ന് തോന്നുന്നുണ്ട് അവർ. അതെ, നല്ല വ്യൂ ആണ് അവിടേക്ക്. റോളർ കോസ്റ്റർ, ഇതിൻ്റെ റോളർ കോസ്റ്റർ എന്നല്ല പറയാം, ആ സാധനം തന്നെ. ലൈറ്റൊക്കെ ഇട്ട് അലങ്കരിച്ച് നിർത്തിയിട്ടുണ്ട്. നൈറ്റിലതൊക്കെ ഒരു വൈബാണ്. പിന്നെ പിള്ളേരെ പറ്റിക്കാനുള്ള ടോയ്സ് ഉണ്ട്. അപ്പനമ്മമാർ സൂക്ഷിക്കുക. പിന്നെ നമ്മുടെ കുറേ ഉപ്പിലിട്ട മാങ്ങ അതൊക്കെ ഉണ്ട് ഇവിടെ കേട്ടോ. ചൂടാമണി കപ്പലണ്ടി എന്ന് പറയും ഞങ്ങളിവിടെ. അതെ, ഇങ്ങനെ ഉപ്പിലിട്ട സാധനങ്ങളുണ്ട്. അരിനെല്ലിക്കയുണ്ട്, ക്യാരറ്റ് ഉണ്ട്, മാങ്ങയുടെ പല വകുപ്പുണ്ട്, ചോളമുണ്ട്, മാങ്ങ, കോവയ്ക്ക, കോവല പരിപാടി. പിന്നെ ബീട്രൂട്ട് ഉണ്ട്, നെല്ലിക്കയുണ്ട്, പൈനാപ്പിൾ ഉണ്ട്. അടിപൊളിയാണ്. ഇപ്പോഴത്തെ എൻ്റെ പല്ല് പിടിക്കും, അത് കാരണം ഞാൻ വേണ്ടാന്ന് വെച്ച്. എൻ്റെ പല്ല് പിടിക്കടാ, നീ വേണേ കഴിച്ചോ. ഐസ്ക്രീം കട എരിവും പുളിയും എന്നും പറഞ്ഞിട്ട് ഈ വക പരിപാടി കുറേ ഉണ്ട്. പിന്നെ കുറേ ഡ്രിങ്ക്സ് ഉണ്ട് അവിടെ. നല്ലൊരു വൈബാണ് മൊത്തത്തിൽ. മിനി ദുബായ് എന്നാണ് ചാവക്കാടിനെ വിളിക്കുക. ബീച്ചിൻ്റെ ഒരു എക്സ്പാൻഷൻ്റെ ഒരു കുറവുണ്ടായിരുന്നു, അപ്പോൾ അതെന്തായാലും തീരുമാനമുണ്ട്. പിന്നെ മറ്റേ പൊട്ടറ്റോ ഫ്രൈയുടെ പരിപാടിയില്ലേ, അതുണ്ട്. എണ്ണയിൽ വറുത്തുകൊണ്ടിരിക്കുന്നു. അത് കഴിഞ്ഞാൽ മസാല എടുക്കും. അവൻ്റെ സ്പെഷ്യൽ മസാല മിക്സ് ചെയ്യുന്ന പരിപാടി കൂടിയാണ്. അങ്ങനെ അത്യാവശ്യം വേണ്ട എല്ലാ പരിപാടിയും ഇവിടെ കിട്ടും.